ഉണ്ട്. അച്ഛമ്മയോ? ഇത്ര പറഞ്ഞാലും നീ വാ വാണേ. അമ്മയോട് ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ ആരെങ്കിലും വരുമ്പോ പുറത്തോട്ട് വരണമെന്ന്. ഇത് ഓഫീസിൽ അവർക്ക് വന്നപ്പോ അമ്മ എന്തിനാ അങ്ങോട്ട് വന്നെന്ന് വെറുതെ നാണം കെടുത്താൻ വേണ്ടി. മോനെ അമ്മ പുറകുവശത്ത് പോയിരുന്നായിരുന്നു. പിന്നെ സൗണ്ട് ഒന്നും കേൾക്കാതിരുന്നപ്പോ അവര് പോയി വിചാരിച്ചിട്ടാ അങ്ങോട്ട് വന്നത്. എന്ത് പറഞ്ഞാലും ഒരു ന്യായങ്ങൾ ഉണ്ടാവല്ലോ. അവര് ചോദിച്ചപ്പോ അമ്മ ഇവിടെ ഇല്ല പുറത്തു പോയതാണല്ലേ പറഞ്ഞത്. ഇത് അതിന്റെ ഇടയിൽ കൂടെ എഴുന്നള്ളിയ അവരെന്താ വിചാരിക്കുക? അതൊക്കെ എന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അവർക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പൊ അമ്മ എന്ന് പറയുമ്പോ ഈ ഒരു മാക്സിമം ഇട്ടിട്ട് നാണം കെടുത്താൻ വേണ്ടിട്ട് അവരുടെ മുന്നിൽ വരണ്ടെന്ന് മോൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാ അമ്മ നൈറ്റിയിട്ട് നിന്നത്. മോനൊന്ന് പറഞ്ഞതാണെങ്കിൽ സാരി എടുത്ത് നിന്നിട്ടുണ്ടാവില്ലേ? സത്യമായിട്ടും മോനെ അവര് പോയി എന്ന് വിചാരിച്ചിട്ടാ അമ്മ അങ്ങോട്ട് വന്നത്. അല്ലാണ്ട് എന്റെ കുഞ്ഞിനെ നാണം കെടുത്താൻ വേണ്ടിട്ടല്ല. ഇതെന്താ ഏട്ടത്? നിങ്ങളുടെ അമ്മ കുഞ്ഞൂസിന് കൊടുത്തതാ. നമ്മളെന്താ പൈസ ഇല്ലാത്ത ആൾക്കാരാ? വെറുതെ കുഞ്ഞിനെ വഷളാക്കാൻ വേണ്ടിട്ട്. എന്താണത്? എന്തൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? കുഞ്ഞിനെന്തിനപ്പോ പൈസ കൊടുത്ത്? കഴിഞ്ഞ ആഴ്ച കുഞ്ഞൂസിന്റെ പിറന്നാളായിരുന്നില്ലേ? ആ സമയത്ത് അമ്മയ്ക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാനും പറ്റിയില്ല. എന്നല്ലേ അപ്പൊ പെൻഷൻ വന്നതേ. അപ്പൊ കുഞ്ഞെന്തെങ്കിലും വാങ്ങിക്കോട്ടെ വേണ്ടിട്ട് അമ്മ കയ്യിൽ കൊടുത്തതാ. കഷ്ടം തന്നെ അമ്മേ. അമ്മയ്ക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുന്നത് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം വേണം. ഈ എന്തിനാ ഈ കുഞ്ഞിന് പൈസ കൊടുത്ത് വഷളാക്കുന്നത്? ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലായിട്ടാ? അല്ലെങ്കിൽ ഈ 500 രൂപ കൊണ്ട് എന്ത് കിട്ടും മറ്റാ? നീ ആ പൈസ തന്നെ ഇതാ. ഇനി മേലെ എന്റെ കുഞ്ഞിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലേ ഓ ശല്യായിപ്പോയിട്. ഇത്തിരി കഷ്ടമതി. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കണ്ട, ആ ഫ്ലാറ്റിൽ തന്നെ നിന്നാ മതി എന്നുള്ളത്. അപ്പൊ ഏട്ടനായിരുന്നല്ലോ ഓരോ ചീപ്പ് സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് ഇവിടെ തന്നെ. രാവിലെ തന്നെ കുഞ്ഞ് എന്തൊക്കെ വാക്കുകളാ പറയണെന്നറിയോ? അമ്മന്റെ അതേ സംസാര ശൈലി അവനിപ്പോ പറയുന്നത്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയായിരിക്കും നശിക്കുക. അന്നേ നീ പറഞ്ഞ പോലെ കേട്ടാ മതിയായിരുന്നു. ഇതിപ്പോ അച്ഛനില്ലാണ്ട് വളർത്തിയല്ലേ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവാൻ പറഞ്ഞിട്ട് നാട്ടുകാരെന്ത് പറയും പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരുന്നതാ. ഇനിയിപ്പോ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പോവാ, അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഭാവി നശിപ്പിക്കും. അച്ഛമ്മന്റെ കഥയും കേട്ട് ഇവിടെ ഇരുന്നാ ആ സ്വഭാവം പഠിച്ച് നിന്റെ കൾച്ചറൊക്കെ പോവും. അത് വേണം നമുക്ക്. കുഞ്ഞിന്റെ സ്വഭാവം നന്നാക്കല്ലേ അങ്ങോട്ട് കൊണ്ടുപോണ്. അവിടെ അച്ഛമ്മനെ വിളിച്ചു കൊണ്ടുപോവാ. ഇനി മേലെ അച്ഛമ്മ പറഞ്ഞ പുറകെ നടന്നല്ലോ. കുഞ്ഞുവാ പോയി പുറത്ത് പോയി കളിക്ക്. ചെക്കൻ നമ്മളുടെ കാര്യം അച്ഛമ്മ. എടാ ഇനി അവന്റെ ബാക്കിൽ നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പോയി കളിക്ക്. എത്രയും പെട്ടെന്നേ ഫ്ലാറ്റിന്റെ കാര്യം എന്താ വെച്ചാൽ നോക്കട്ടാ. ഞാനേ അത് സെക്യൂരിറ്റി അല്ലേ വിനോദ്, അവനെ വിളിച്ചോക്കട്ടെ. വേക്കൻസി ഉണ്ടെങ്കിൽ അറിയാലോ. എന്നാലും ജൂൺ ആകുമ്പോഴേക്കും മാറാം. അവിടെ കുഞ്ഞിന്റെ അഡ്മിഷൻ അവിടെ തന്നെ എടുക്കാം. വേണ്ടേ ഇനി വിടുന്ന ശരിയാവില്ല. അച്ഛമ്മയില്ല കുഞ്ഞൂസേ, മോൻ പോയിട്ട് അച്ഛമ്മ കഥ പറഞ്ഞാ മതിട്ടാ. അച്ഛനുള്ള സമയത്തൊക്കെ എല്ലാ സിനിമയ്ക്കും അച്ഛമ്മനെ കൊണ്ടുപോവായിരുന്നു. അപ്പൊ പിന്നെ ആരാ കുഞ്ഞൂസേ ഞങ്ങൾക്ക് കൊണ്ടുപോവാ? അമ്മേ കുറച്ച് കഴിഞ്ഞേ ഞങ്ങൾ സിനിമയ്ക്ക് പോകും. രാത്രിയാകും വരെ. ഞങ്ങൾ പുറത്ത് കഴിച്ചിട്ടേ വരുള്ളൂ. അമ്മ എന്താ വേണ്ടി ഉണ്ടാക്കി കഴിച്ചോട്ടോ, ഞങ്ങളെ കാത്തുക്കണ്ടേ. ടിക്കറ്റൊക്കെ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്താ കുഞ്ഞൂസേ. ഇനി അത് കിട്ടുമൊന്നുമില്ല. അല്ലെങ്കിൽ അച്ഛമ്മനെ മുകളിൽ കൊണ്ടുപോയിട്ട് എസ്കലേറ്റർ ലിഫ്റ്റിലൊക്കെ കയറാൻ അറിയോ? നമ്മളെയും കൂടി നാളം കെടുത്തും. നീ പോയിട്ട് മമ്മിനെ വിളിച്ച് വേഗം ഡ്രസ്സ് മാറ്റാൻ നമുക്ക് സമയമില്ല. ഇല്ല കുഞ്ഞൂസേ, മോൻ പോയിട്ട് വേഗം ഡ്രസ്സ് മാറ്റാൻ. ഇനി മമ്മി ഓരോന്നും പറയാൻ നിൽക്കണ്ട.
ഗിരിജേ, ഗിരിജേ. ആ രാധേച്ചി, പാത്രം തരാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? ആ ഗിരിജേ, ഇന്നലെ കുഞ്ഞൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ പായസം കൊണ്ട് വന്നു എന്നുള്ളതേ. വൈകിട്ട് തന്നെ പാത്രം തരണം വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. അല്ല, എന്തായിരുന്നു വിശേഷം? ഇന്നലെ എന്റെ പിറന്നാളായിരുന്നേ. നമുക്കിത് വല്ല ഓർമ്മയുണ്ടോ? കുട്ടികളാണെങ്കിൽ ആഘോഷ പായസം വെച്ചതാണ്. അത് കുഞ്ഞൂസിന് ഇഷ്ടമല്ലേ, അതുകൊണ്ട് കൊണ്ടുവന്നാണ്. ആ, അല്ല നീ ഇതെവിടേക്ക് ചുരിദാറൊക്കെ ഇട്ടിട്ട്? ഇപ്പൊ സാരി ഒന്നും എടുക്കില്ല അല്ലേ? അതിനെ മരുമകള് സമ്മതിക്കണ്ടേ. അവള് വന്നതിന് ശേഷം ഇങ്ങനത്തെ കുറെ എണ്ണം എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ സാരിനെക്കാളൊക്കെ നല്ലത് ചുരിദാർ തന്നെയല്ലേ പെട്ടെന്നാവുക. എന്തായാലും നന്നായി. അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ചുരിദാറൊക്കെ ഇടാ. പിന്നെ എവിടെങ്കിലും പോവാൻ നിക്കായിരുന്നാ? ഇന്ന് ലീവല്ലേ, പിള്ളേര് മലമ്പുഴയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മയും ബാ വേണ്ടിട്ട് പറയാണ്. അവര് ഭാര്യയും ഭർത്താവും പോകുമ്പോ ഞാൻ എന്തിനാണ്? പക്ഷെ പിള്ളേര് സമ്മതിക്കുന്നില്ലാന്ന്. അവര് വിളിക്കുകയാണെങ്കിൽ പോയിട്ട് വാ. അല്ലെങ്കിലും ഈ കല്യാണത്തിന് ശേഷം മക്കളും മരുമക്കളൊക്കെ ഇത്രയും സ്നേഹിക്കുക പറഞ്ഞാ അത് വലിയ കാര്യല്ലേ? രാധേച്ചി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ കണ്ടില്ലേ, അടുത്തുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞിട്ടേ വേണമെങ്കിൽ പോക്കും വീട് മാറി താമസിക്കലും എല്ലാം ചെയ്യണം. ഞാനേ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ മകൻ സ്വഭാവം മാറുന്ന വിചാരിച്ചത്. പക്ഷെ അവനെക്കാള് നല്ല സ്വഭാവമുള്ള കുട്ടിയെ എനിക്ക് കിട്ടിയത്. എന്തായാലും നീ പോവാൻ വേണ്ടി റെഡി ആയതല്ലേ, ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. എന്നാ ശരി. അരുണേ, മനു പറഞ്ഞല്ലോ നിങ്ങള് എറണാകുളത്തേക്ക് മാറുകയാണെന്ന്. എന്തിനാ ഇപ്പൊ അങ്ങോട്ടൊക്കെ മാറുന്നത്? വല്യച്ഛ, അത് ഒന്നുമില്ല, ഇവിടത്തെ കാലം ബെറ്റർ അവിടെയാണല്ലോ. അപ്പൊ പിന്നെ കുഞ്ഞിനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അവിടെ പഠിപ്പിക്കാന്നിട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഫ്ലാറ്റ് ഒന്നും ശരിയായിട്ടില്ല. ആണോ? അല്ല, അതപ്പോ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പൊ എങ്ങനെ കാര്യങ്ങള്? ഈ വീട് വിട്ടിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് മാറാനുള്ള പരിപാടിയാ? അയ്യോ ഇല്ല വല്യച്ഛ, അമ്മോ വീടൊന്നും കൊടുക്കുന്നില്ല. അമ്മ ഇവിടെ ഉണ്ടാവും. അല്ല, അപ്പൊ അമ്മ ഇവിടെ ഒറ്റയ്ക്കാ? എന്നാ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇപ്പൊ. പിന്നെ എറണാകുളം ഇവിടെ അടുത്തല്ലേ, ആഴ്ചക്ക് വന്ന് നോക്കാൻ പറ്റുന്നല്ലേ. അമ്മ ഒറ്റയ്ക്ക് ഇരുന്നോളൂ വല്യച്ഛ. അല്ല, അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ലടാ. നിന്റെ അച്ഛൻ പോയ പിന്നെ അവള് ഒറ്റയ്ക്ക് തന്നെയല്ലേ. മോനെ അരുണേ, 5-ാമത്തെ വയസ്സിൽ നിന്റെ അച്ഛൻ പോയതാ. അതിനുശേഷം നിന്നെ പഠിപ്പിച്ച് വലുതാക്കി ഒരു ജോലിയാക്കി തരാൻ വേണ്ടിട്ട് അവൾ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എടാ, സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലല്ലടാ മോനെ നീ പഠിച്ചത്. വലിയ സ്കൂളിലാണ്, നല്ല ഫീസ് കൊടുത്തിട്ടാണ് നിന്റെ അമ്മ പഠിപ്പിച്ചത്. അതെങ്ങനെയാ ആ ഫീസ് കൊടുക്കാനുള്ള പൈസ കിട്ടുന്നറിയോ? എടാ, 3-4 വീട്ടിലും അടുക്കള പണി ചെയ്തിട്ടാണോ നിന്നെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയ്ക്ക് എത്തിച്ചത്. എന്നിട്ട് അമ്മനെ ഒറ്റയ്ക്കാക്കിയിട്ട് മോനെ എറണാകുളത്ത് പോകണം അല്ലേ? വല്യച്ഛൻ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുക, പക്ഷെ അതും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നോക്കണ്ടേ? ഈ ചീപ്പ് സെന്റിമെന്റിലൊന്നും അർത്ഥമില്ല അല്ലേച്ചാ. ചീപ്പ് സെന്റിമെന്റ് അല്ലേ? പറയണ മോനെ, നീ തന്നെ അത് പറയണം. എടാ, 21-ാമത്തെ വയസ്സിലാടാ നിന്റെ അച്ഛൻ പോകുന്നത്. ആ പ്രായത്തിൽ 5 വയസ്സായ ഒരു കുഞ്ഞിന്റെ അമ്മയും വിധവയായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാറുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ നിന്റെ അമ്മ നേരിട്ടെന്നറിയടാ. നിന്റെ അമ്മയുടെ കുടുംബക്കാരും ഈ ഞാനടക്കം കുറെ പറഞ്ഞതാ, വേറെ കല്യാണം കഴിക്കി ചെറിയ പ്രായമല്ലേന്ന്. അങ്ങനെ 2-3 ആലോചനയൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അവരൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? നിന്നെ ഒഴിവാക്കിയതാണെങ്കിൽ അവളിപ്പോ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവടാ. അപ്പൊ നിന്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞ മോനെ, എന്റെ മകനെ ഒറ്റയ്ക്കാക്കി എനിക്ക് വേറെ ജീവിതം വേണ്ട, മരിക്കുന്ന പോലെ നിന്നെ പൊന്നു പോലെ നോക്കുന്നത്. ആ അമ്മനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോടാ മോനെ. നല്ല കാര്യ, മോൻ വയ്ക്കോ. വല്യച്ഛ, അത് നിന്റെ അച്ഛൻ പോയ പിന്നെ നിന്റെ അമ്മ നല്ല ഡ്രസ്സ് ഇടുന്നതോ നല്ല ഭക്ഷണം കഴിക്കുന്നതോ എന്തിന് ഒന്ന് ചിരിച്ചിട്ട് പോലും ഞാൻ അവളെ കണ്ടിട്ടില്ലടാ. 5-6 വീടുകൾ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു പണിയെടുക്കേ. അന്ന് പണ്ട് കാലത്ത് എല്ലാവർക്കും ദാരിദ്ര്യമായിരുന്നു, എന്നെ കൊണ്ടൊന്നും സഹായിക്കാൻ വകയില്ലായിരുന്നു. എടാ, എന്നാലും ഒരു അച്ഛനും അമ്മയുള്ള മോനെ വളർത്തുന്നേക്കാളും അത്ര അന്തസ്സായിട്ടെന്നറിയോ നിന്നെ അവള് നോക്കിയത്. എടാ, എല്ലാ വർഷവും പുതിയ ബാഗ്, കൊട, ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പൈസക്കാരന്റെ വീട്ടിലെ മോൻ എങ്ങനെയാണ് വളർന്നത്? അതിനേക്കാളും നന്നായിട്ടാടാ അവള് നിന്നെ വളർത്തിയത്. എന്നിട്ട് അവളെ ഇട്ടിട്ട് നിനക്ക് പോണല്ലേ? എടാ, ഒരു അമ്മ നോക്കുന്നതിനേക്കാളും ഈ ലോകത്തൊരു മകനെ വേറെ ആർക്കും നോക്കാൻ പറ്റില്ല മോനെ. അമ്മയില്ലാത്തവരോട് ചോദിക്കണം,
അതിന്റെ വിഷമം എന്താന്ന്. മോനെ അരുണേ, ആ അമ്മനെ വിഷമിച്ചാണ്ടല്ലോ നീ എവിടെ പോയാലും ഗതി പിടിക്കില്ല കേട്ടോ. നമ്മളെ മക്കള് നമ്മുടെ അച്ഛനമ്മമാരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കടാ വന്നു കയറുന്ന പെണ്ണുങ്ങളും അവരോട് പെരുമാറുക. നീ എപ്പോഴും നിന്റെ അമ്മനെ വെറുതെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനെ, അമ്മയില്ലാണ്ട് നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയായിരിക്കാം, പക്ഷെ നീ ഇല്ലാണ്ടേ ആ പാവത്തിനോട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടാ? നിങ്ങളൊക്കെ വളർന്ന് വലുതായടാ, നമുക്കൊന്നും പറയാൻ പറ്റുമോ? എന്തോ ചെയ്യടാ, നന്നായി വാ. സോറി അമ്മേ, ഞാൻ എന്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. ഞാൻ അല്ലാണ്ട് അമ്മ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. സോറി അമ്മേ, ഞാൻ എവിടെയും പോകുന്നില്ല. എന്നാലും അമ്മ എനിക്ക് നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ടില്ല. അമ്മ കുറെ നേരമല്ലേ കിടക്കുന്നത്, എൻ്റെ അമ്മയ്ക്ക് വയ്യേ, ഒന്ന് എണിക്കമ്മ. എന്നാ കിടക്കുന്നേ, പനിയുണ്ടോ അമ്മേ? അമ്മ അമ്മേ, അമ്മ അമ്മ അമ്മേ, അമ്മേ അമ്മേ അമ്മ. ഒന്നായിട്ട് അമ്മ എണിക്കമേ, അമ്മ ഒന്ന് എണിക്കമേ. അമ്മ